ഞായറാഴ്ച വൈകുന്നേരം ദില്ലിയിലെ വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണത്തിനെതിരായി നടന്ന സമാധാനപരമായ പ്രതിഷേധം പൊടുന്നനെ രാഷ്ട്രീയപരവും അക്രമാസക്തവുമായി മാറി. മലിനീകരണത്തിനെ ചൊല്ലി ദില്ലി സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങിയ പ്രതിഷേധം പെട്ടെന്ന് കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിറ്റ്മെ പ്രകീർത്തിക്കുന്ന മുദ്രാവാക്യങ്ങളായി മാറിയതോടെയാണ് വന്നിരിക്കുന്നത് സാധാരണ പരിസ്ഥിതി സ്നേഹികളല്ലെന്ന് ദില്ലി പോലീസ് ഞെട്ടലോടെ മനസ്സിലാക്കിയത്. തലസ്ഥാനത്തെ വഷളായി വരുന്ന വായുവിന്റെ ഗുണനിലവാരത്തിൽ നടപടി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യ ഗേറ്റിൽ തടിച്ചുകൂടിയത്. എന്നാൽ ചില പ്രതിഷേധക്കാർ സി ഹെക്സഗൺ ഏരിയയിലേക്ക് അതിക്രമിച്ച് കടക്കുകയും പോലീസ് ബാരിക്കേഡുകൾ തകർക്കുകയും ആംബുലൻസുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ വഷളായി. ഇവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഏതാനും പ്രതിഷേധക്കാർ മുളകുപൊടി സ്പ്രേ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും അവരെ പിന്നീട് RML ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾക്കിടയിൽ ജനക്കൂട്ടത്തിലെ ഒരു വിഭാഗം അമർ രഹേ മാധ്വി ഹിറ്റ്മ, അതായത് മാധ്വി ഹിറ്റ്മ മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കും എന്നർത്ഥം വരുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അയാളെ പ്രകീർത്തിക്കുന്ന പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഒരു പരിസ്ഥിതി പ്രതിഷേധത്തിൽ നിന്ന് രാഷ്ട്രീയ തീവ്രവാദത്തിലേക്കുള്ള അപ്രതീക്ഷിതമായ മാറ്റമായിരുന്നു ഇത്. ഇതേ തുടർന്ന് 23 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നവംബർ 18-ന് സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാധ്വി ഹിറ്റ്മ തലയ്ക്ക് 50 ലക്ഷം രൂപ വില പ്രഖ്യാപിച്ചിരുന്ന ഒരു കൊടും മാവോയിസ്റ്റ് ഭീകരനായിരുന്നു. 76 CRPF ഉദ്യോഗസ്ഥരെ കൊല്ലപ്പെട്ട 2010-ലെ ദന്തേവാഡ കൂട്ടക്കൊല, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ട 2013-ലെ ജിരം ഘാട്ടി ആക്രമണം, 22 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ജീവനെടുത്ത 2021-ലെ സുക്മ ബിജാപൂർ ആക്രമണം ഉൾപ്പെടെ 26 പ്രധാന ആക്രമണങ്ങളുടെ ഉത്തരവാദിയാണ് മാധ്വി ഹിറ്റ്മ. ദില്ലിയിലെ ഒരു പൊതുപ്രതിഷേധത്തിന് ദേശവിരുദ്ധ സ്വഭാവം കൈവരുന്നത് ഇതാദ്യമല്ല. മുൻപ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതോടെ അനുബന്ധിച്ച് 2016-ൽ JNUവിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രതിഷേധക്കാർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഹിത് വെൻമലയുടെ മരണത്തെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലും ഹിന്ദുസ്ഥാൻ മുർദാബാദ് പോലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുള്ളതായി ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇത്തരം തീവ്രവാദ ശക്തികളാണോ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്, അതോ ഇത്തരം പ്രതിഷേധങ്ങളിൽ രാജ്യവിരുദ്ധ ശക്തികൾ പിന്നീട് നുഴഞ്ഞു കയറുന്നതാണോ എന്നത് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.